ഹായ് ഓൾ. അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ നാളികേരം പൊളിച്ച ഒരു മുറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബാക്കി വന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലൊരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ ആ നാളികേരത്തിൻ്റെ ഫ്രഷ്നെസ് ഒന്നും തീരെ തന്നെ പോവാതെ ഇരിക്കും കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ സ്ഥലമില്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഒട്ടും തന്നെ നാളികേരത്തിൻ്റെ രുചി മാറില്ല കേട്ടോ. ഇനി നമ്മളിതുപോലെ ചില സമയത്ത് അരിയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ പ്രാണികളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ ചോറൊക്കെ ഊറ്റി വയ്ക്കുന്ന അരിപ്പ പാത്രം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി ഇതുപോലെ ഒന്ന് ഈ അരിപ്പ പാത്രത്തുമ്മ പിടിച്ചൊന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ചെറു പ്രാണികളൊക്കെ പെട്ടെന്ന് തന്നെ വരികയും പിന്നെ ഈ അരിയുടെ ഉള്ളിലത്തെ കുഞ്ഞു കുഞ്ഞി ചെറിയ അരി ഉണ്ടല്ലോ, അപ്പോൾ അത് അരിയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ വെന്തലിഞ്ഞു പോകും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു ചെറിയ അരിമണികളും പ്രാണികളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തതായി നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോണ സമയത്ത് പെട്ടെന്ന് തന്നെ കുക്കറിൽ നല്ലൊരു അടിപൊളി ചോറ് നമുക്ക് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ ഒട്ടലില്ലാതെ എളുപ്പത്തിൽ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിനായി ഞാൻ കുക്കറിലേക്ക് ഒരു 1.5 ഗ്ലാസ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം കുക്കറിൽ ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അരി കുറച്ചൊന്ന് വെവുകയും ഇതിൻ്റെ അരിയുടെ കൊഴുപ്പൊന്ന് മാറുകയും ചെയ്യും. ഇനി ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ തലേ ദിവസം അരി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിയുടെ കൊഴുപ്പും മാറും, പിന്നെ ഗ്യാസും കുറച്ച് മതി കേട്ടോ. അരിയൊക്കെ ഒരു അര ഭാഗത്തോളം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഒരു 1/4 ഭാഗം വേവിച്ചെടുക്കണം. കുക്കറിൽ എപ്പോഴും വെക്കുമ്പോഴും ചോറ് നന്നായി തന്നെ വെന്ത് പോകരുത് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം മാത്രം വേവിച്ചെടുത്താൽ മതി. ചോറ് ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് നമുക്ക് നന്നായി പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. പച്ചവെള്ളത്തിൽ നന്നായി തന്നെ ചോറ് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ഇഡ്ഡലി ചെമ്പെടുത്ത് അതിലേക്ക് ഞാനിവിടെ ഒരു വാഴല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വാഴല ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വാഴലയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ചോറ് നന്നായി തന്നെ വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ചോറും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് ചോറ് നല്ല ഫ്രഷായി തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിനിലാക്കി കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ചോറിന് ചൂട് പാടില്ല. ചൂടുണ്ടെങ്കിൽ ടിഫിൻ അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ആവിവെള്ളം വീണ് ചോറൊക്കെ ഒരു കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ വൈകിട്ട് വരെ ചോറിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഇനി അടുക്കളയിലേക്ക് നമുക്ക് വീട്ടമ്മമാർക്ക് പറ്റിയ വളരെയധികം ഉപകാരമുള്ള ഒരു ചെറിയൊരു ടിപ്സാണ് കേട്ടോ. ഇതുപോലെ ഒരു പഴയൊരു ഹാങ്കർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തലയിലൊക്കെ കുത്തുന്ന ഈർക്കിളി സ്ലൈഡ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഉണ്ടായിരിക്കുമല്ലോ, അത് വെച്ച് നമുക്ക് ഇതുപോലെ ഈർക്കിളി സ്ലൈഡ് നമുക്ക് ഹാങ്കർമേൽ ഒട്ടിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലായിടത്തും സൂപ്പർ ഗ്ലൂ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നൂലെടുത്ത് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം അതേ നൂലിൻ്റെ ഈ ഭാഗം കൊണ്ട് ബാക്ക് സൈഡും കെട്ടിക്കൊടുക്കാം. അപ്പോൾ 2 ഭാഗം കൂടി കെട്ടുന്നത് കാരണം ഒട്ടും തന്നെ താഴോട്ട് പോകില്ല കേട്ടോ. ഇനി ഈർക്കിളി സ്ലൈഡിൻ്റെ ഞാനിവിടെ ചെയ്ത പോലെ ഫ്രണ്ട് ഭാഗം ഒന്ന് നമുക്ക് വളച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഉപകാരപ്പെടുന്നത് ഇതുപോലെ നമുക്ക് അരിപ്പ, അതുപോലെ തന്നെ വിസ്ക്, നമ്മുടെ കേക്കിൻ്റെ ഉപയോഗിക്കുന്ന നമ്മുടെ കപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാം. ഇത്രയും വെയിറ്റൊക്കെ നമുക്ക് ഈ ഈർക്കിളി സ്ലൈഡുമ്പോൾ തന്നെ ഹാങ് ചെയ്തിടാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് കഴുകിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഇതുപോലെ ഹാങ്കറും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ താഴോട്ട് തന്നെ പോയിക്കോളും. നിങ്ങൾക്ക് ഈ കൊച്ചു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി അടുത്തതായി നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു മണം ഇതൊക്കെ ഒന്ന് പോവാതിരിക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു 3-4 കുരുമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ഒട്ടും തന്നെ സ്വാദും ഒന്നും പോവാതെ തന്നെ
എത്ര കാലം വരെ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഗ്യാസൊക്കെ തീരുന്ന സമയത്ത് നമുക്ക് അടുക്കളയിലേക്ക് ഇതുപോലെ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഞെരക്കി നമുക്ക് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിയിൽ ഒട്ടും തന്നെ സ്ക്രാച്ച് വീഴുകയില്ല, പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ കൊണ്ടുപോരാനും പറ്റും. ഇനി നമുക്ക് ഈ ഡേറ്റ് കഴിഞ്ഞ ഗുളിക ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഗ്യാസൊക്കെ നമുക്ക് തീരുമ്പോൾ നമ്മൾ പുതിയതൊക്കെ വെക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡേറ്റൊക്കെ ഒന്ന് ഓർമ്മ വരാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഈ ഗ്യാസിൻ്റെ മുകളിലായിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് മായ്ച്ചാലൊന്നും പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡയറിയിലോ അല്ലെങ്കിൽ നമ്മൾ കലണ്ടറിലൊക്കെ എഴുതി വെക്കാറുണ്ട് ഏത് ഡേറ്റിനാണ് ഗ്യാസ് തീർന്നതെന്ന്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയും വരും, അപ്പോൾ തന്നെ നമുക്ക് ഇത് എഴുതി വെക്കാം ചെയ്യാം. ഇനി അടുത്തതായി നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തിയായ ഈവനിങ് സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കണ്ടാലോ. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി തിള വരുമ്പോൾ ഇതിലേക്ക് 1.25 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓരോരുത്തരുടെയും അരിപ്പൊടിയുടെയും വെള്ളത്തിൻ്റെയും കണക്കനുസരിച്ചിരിക്കും കേട്ടോ. അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലേ, അതുപോലെ ചെയ്തെടുക്കുക. ഇനി നന്നായി തന്നെ ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഇതാ നല്ല സോഫ്റ്റായി തന്നെ ഇവിടെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് നല്ല ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് ഇത് ഒന്നും കൂടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇവിടെ ഇതാ നാളികേരവും ഉള്ളിയും നല്ല ജീരകമൊക്കെ നന്നായി തന്നെ ഇതിലേക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് 2 പാർട്ടായിട്ട് മാറ്റി വയ്ക്കാം. ഒരെണ്ണം സ്നാക്കിനും ഒരെണ്ണം ബ്രേക്ക്ഫാസ്റ്റിനുമായിട്ട് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഞാനിവിടെ ഇതാ കുറച്ചിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കും ഒരു ഇഷ്ടപ്പെടും കേട്ടോ. ഇതുപോലെ നമ്മൾ കുറച്ച് ഷേപ്പൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ കട്ട്ലേറ്റിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മാവ് വെച്ചെടുത്ത് നമുക്കിതുപോലെ പൂ പോലത്തെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇനി എല്ലാതും ഇതേ ഷേപ്പിൽ ഞാനിവിടെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതാ അടപ്പത്തൊരു പാൻ വെച്ച് കുറച്ച് മാത്രം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തോളൂ. വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്ക് 2 ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെയധികം ടേസ്റ്റും നല്ല ക്രിസ്പിയുമായ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെയധികം ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിലാക്കിയിരുന്നില്ലേ, അതും കൂടി മൊരിച്ചെടുക്കാം. ഇവിടെ ഇതാ എല്ലാതും തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്നാക്ക് റെസിപ്പി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ഇനി ഈ മാവ് ഇവിടുത്തെ ഞാൻ 3 ഉരുളകളാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ഒരു കട്ടിയുള്ള ഒരു കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഉരുള വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു പാത്രം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഉരുളകളും ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതിലായാലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പത്തിരി പ്രസ് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഇനി അടപ്പത്തൊരു പാൻ വെച്ച് പാനൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോ അപ്പവും ഇട്ട് കൊടുക്കാം. ഓരോ അപ്പവും ഇട്ട് കൊടുത്ത്
ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുക്കില്ലേ, അതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. വളരെയധികം ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. മുട്ടക്കറിയുടെ കൂടെയും കോഴിക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണിത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ അപ്പം കൊടുക്കാം, സ്കൂളിലേക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ ആ സമയത്തായാലും നമുക്ക് ഈ സ്നാക്ക് കൊടുക്കാവുന്നതാണ്. ഇന്ന് കാണിച്ച കൊച്ചു കൊച്ചു ഐഡിയകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.